ഇത് കേരളത്തിൽ തന്നെ 100% ഡിപ്ലോയ് ചെയ്തിട്ടുള്ള, അതായത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള അഡ്വാൻസ്ഡ് AI നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന റോബോട്ടാണ്. സോ ബേസിക് ഫീച്ചർ ഓഫ് ദിസ് റോബോട്ട് ഈസ്, ഇത് നമുക്ക് എന്താ പറയുക, 100-ലധികം ഭാഷയിൽ നമുക്ക് ഈ റോബോട്ടിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഹ്യൂമൻലി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള നീഡിന് റോബോട്ടിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ആർക്കെങ്കിലും റിസപ്ഷനിസ്റ്റിൻ്റെ നീഡ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തെടുക്കാം എന്നുള്ളത് മുതൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ചെറിയ റോബോട്ടിൻ്റെ കേസ് നോക്കാനാണെങ്കിൽ ആ റോബോട്ടിൽ നമുക്ക് ഓട്ടോണമസ് നാവിഗേഷനൊക്കെ എല്ലാവരും കേട്ട് പഴകിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എങ്ങനെ ഒരു ഡ്രൈവർലെസ് കാർ വർക്ക് ചെയ്യുന്നു, അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ടെക്നോളജി സൈമിൾട്ടേനിയസ് ലോക്കലൈസേഷൻ ആൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന സ്ലാം ടെക്നോളജി പോലത്തെ അല്ലെങ്കിൽ റോസ് 2 പോലത്തെ കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് കിറ്റായിട്ടാണ് നമ്മൾ ബോണിക് ബോട്ട് A2 എന്ന് പറയുന്ന ചെറിയ റോബോട്ടിനെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റോബോട്ടിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 300+ ചാപ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുട്ടികളെ നമുക്ക് ആ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ പല രീതിയിലുള്ള ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. ആ രീതിയിലുള്ള ആസ്പെക്ട്സ് ഒക്കെ നമുക്ക് റിയൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ റിയലായിട്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടറൊക്കെ വന്നിരുന്ന കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ ലാബ് കൊണ്ടുവന്നിട്ട് കമ്പ്യൂട്ടറിലെ പരിജ്ഞാനം നമ്മൾ വളർത്തി. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ AI ഇതെല്ലാം എല്ലാ ഫീൽഡിലേക്കും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികളും നമ്മൾ അതിനോടൊക്കെ അഡാപ്റ്റഡ് ആവേണ്ടതുണ്ട്. അപ്പോൾ ഒരു റോബോട്ടിക്സ് ലാബിൽ നമ്മൾ റിയൽ റോബോട്ട്സിനെ വെച്ചിട്ട് വേണം റോബോട്ടിക്സ് പഠിക്കാനായിട്ട്. അതാണ് ഓട്ടോബോട്ടിക്സ് മുന്നോട്ട് വയ്ക്കുന്ന വിഷൻ.